ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. എന്നാൽ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി ബാക്കി ചോറ് വന്നാലും അതേപോലെ തന്നെ കുറച്ചധികം ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ മെൽറ്റ് ആവുന്ന വരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി എടുത്താൽ മതി. ഈ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് കളർ ചേഞ്ചായി വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഇത് മെൽറ്റായി വരണം. അതുവരെ ഒന്നും കൂടി കൈവിടാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായിട്ട് ഒന്നും കൂടി കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആ പാലിൻ്റെ പാത്രത്തിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചുവറ്റിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പഞ്ചസാര കാരമലൈസ് ചെയ്തുകൊണ്ട് തന്നെ കളർ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചോറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും നല്ലത് നമ്മുടെ പൊന്നരിയും അതേപോലെ റേഷൻ കടത്തെ അരിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നേരിയ അരിയായിരിക്കും. ഇത് ജയ അരിയാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഉരുണ്ട അരിയാണ് ഇത്. ഒരു ചെറിയ കപ്പിൽ 2 കപ്പ് ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചോറിട്ട ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നെയ്യ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പായസം നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പോൾ പായസമൊക്കെ നല്ലോണം തിളച്ച് കുറുകി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു 3 ഏലക്ക ഇതിൽ ഇട്ടാലും മതി. ഇനി ഒന്നും കൂടി വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത് ചൂടോടെ കുടിക്കണേക്കാളും ഒന്ന് ചൂടാറിയിട്ട് കുടിക്കുമ്പോഴാട്ടോ ഒന്നും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു പായസം വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിത് കുടിക്കുമ്പോൾ ശരിക്കും നമ്മുടെ അടപ്പായസമല്ലേ, പാലടപ്പായസം, ആ ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അരിയാണെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പാലും പഞ്ചസാരയും ചോറും മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് ഭംഗിക്ക് വേണ്ടി കാഷ്നട്ടും കൂടി ഒന്ന് നെയ്യിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തുകോരി ഇടാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.